ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സ്ത്രീകൾക്ക് നിങ്ങളോട് അട്രാക്ഷൻ കുറയുന്ന ചില പ്രധാനപ്പെട്ട ശീലങ്ങളെക്കുറിച്ചാണ്. എസ്പെഷ്യലി പുരുഷന്മാർക്ക് ഞാൻ പറയാൻ പോകുന്ന ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്ത്രീകൾക്ക് നിങ്ങളോട് കുറച്ച് അട്രാക്ഷൻ കുറയും. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് പറയാം. മെയിനായിട്ടൊരു 5 പോയിൻ്റ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിൽ 5-ൽ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോന്നും നിങ്ങൾക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് സ്വയം നോക്കുക, നിങ്ങളെ ഒന്ന് വിലയിരുത്തുക. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് മാറ്റാൻ പറ്റാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റുക. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അട്രാക്റ്റീവായിട്ടിരിക്കാനും സ്ത്രീകൾക്ക് നിങ്ങളോട് പ്രത്യേക ഒരു അട്രാക്ഷൻ തോന്നുകയും ചെയ്യും. പറയുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക, ചെയ്യരുത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അറിയാതെയായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവുക. നമ്മുടെ മൂക്കിനുള്ളിൽ ജസ്റ്റ് വിരൽ കൊണ്ടുള്ള പരിപാടികൾ നമ്മളിങ്ങനെ ഇരുന്നിട്ട് ചിലപ്പോൾ എന്തെങ്കിലും സംസാരിക്കുന്ന സമയത്താവാം ഇങ്ങനെ മൂക്കിനുള്ളിലൊക്കെ വിരലിടും. ഇങ്ങനെയുള്ള പരിപാടികൾ ഇത് ചെയ്യുക. ഇങ്ങനെ അവരോട് മിങ്കിൾ ചെയ്യുന്ന സമയത്താവാം. സോ അത് ചെയ്യാതിരിക്കുക. ആ പരിപാടി സ്ത്രീകളിൽ വളരെയധികം അട്രാക്ഷൻ കുറക്കും. സ്ത്രീകളിൽ കുറക്കുന്നല്ല, അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു അട്രാക്ഷൻ കുറയും എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ചില ആളുകളുണ്ട് ഇങ്ങനെ നഖം കടിക്കുന്ന ആളുകൾ അല്ലേ, എന്തെങ്കിലും സംസാരിക്കുന്ന സമയത്തൊക്കെ അവർക്ക് കട്ടറിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല. നഖം കടിച്ച് ഇങ്ങനെ പൊട്ടിച്ച് തുപ്പുന്ന ആളുകളുണ്ട്. ചിലപ്പോൾ അവരുടെ ഒരു ശീലമായി മാറിയിട്ടുണ്ടായിരിക്കാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, അത് ജസ്റ്റ് ഒന്ന് മാറ്റുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, ചിലപ്പോൾ ചില ആളുകൾക്ക് അലർജിയുടെ പ്രശ്നം ഉണ്ടാവാം, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കോൾഡ് ഉണ്ടാവുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. അത്തരത്തിലുള്ള ആളുകൾ എപ്പോഴും ഒരു കർച്ചീഫ് കയ്യിൽ വെക്കുന്നത് നല്ലതാണ്, ചെറിയൊരു കഷ്ണം തുണി. കാരണം അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മൂക്ക് പിഴിയുന്നതും അല്ലാതെ നമ്മൾ കൈ കൊണ്ട് നമ്മൾ മൂക്ക് പിഴിയുന്നു. മൂക്ക് പിഴിഞ്ഞ് ഒരുപാട് ജലദോഷമൊക്കെ ഉള്ള ദിവസം നമ്മൾ ഒരുപാട് തവണ പിഴിയേണ്ടി വരും അല്ലേ. അപ്പോൾ എപ്പോഴും നമുക്ക് കൈ വാഷ് ചെയ്യാൻ കഴിഞ്ഞോളണം എന്നില്ല. നേരെ മറിച്ച് കർച്ചീഫാണെങ്കിൽ നമുക്ക് സേഫാണ്, ബാക്കിയുള്ളവർക്കും അത്ര ഇറിറ്റേഷൻ ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ നല്ലത് ഒരു കർച്ചീഫ് യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, കർച്ചീഫ് കോൾഡ് ഉള്ള ആളുകളൊക്കെ കയ്യിൽ വെക്കുക. അതാണ് അതിനുള്ളൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. നഖം കടിക്കാതിരിക്കുക, പിന്നെ അതുപോലെ തന്നെ മൂക്കിൽ വിരലിടാതിരിക്കുക. അതുപോലെ ഇപ്പോൾ പറഞ്ഞ കോൾഡൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ കർച്ചീഫ് കയ്യിൽ കരുതുക. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, രണ്ടാമത്തത്, നമ്മൾ വാഷ്റൂമിൽ പലപ്പോഴും നമ്മുടെ സെൽഫ് കെയറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബീഡി ഷേപ്പ് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഷേവ് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് ഏരിയാസൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഹെയർ ഉണ്ടല്ലോ, രോമം. അപ്പോൾ അത് നമ്മൾ പലപ്പോഴും ബാത്റൂമിൽ ഒക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ കൈ കഴുകുന്ന വാഷ് സ്പേസിലും ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട്, സ്വാഭാവികമാണ്. അപ്പോൾ അതായിക്കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ച് അത് ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ ക്ലിയർ ചെയ്യുക. അൺവാണ്ടഡ് ആയിട്ടുള്ള ഹെയർസ് വാഷ്റൂമിൽ കാണുന്നത് സ്ത്രീകൾക്ക് നിങ്ങളോടുള്ള അട്രാക്ഷൻ കുറക്കും. ഇപ്പം നിങ്ങൾ കുളിച്ച് വന്നു കഴിയുമ്പോൾ അവർ ആ വാഷ്റൂമിൽ തന്നെയാണ് കുളിക്കുന്നതെങ്കിൽ അത് കാണാൻ ചാൻസ് വരികയാണെന്നുണ്ടെങ്കിലൊക്കെ അത് അട്രാക്ഷൻ കുറക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ എസ്പെഷ്യലി കപ്പിൾസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതാണ്. അഥവാ അൺവാണ്ടഡ് ആയിട്ടുള്ള ഹെയർസ് ഒന്നും വാഷ്റൂമിൽ ഇടാതിരിക്കുക. നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മുടെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് മുഖാന്തരം വരികയാണെങ്കിൽ അത് ക്ലീൻ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുക്കുക. അതാണ് അതിനുള്ള ഒരു സൊല്യൂഷനായിട്ട് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പുരുഷന്മാർ എപ്പോഴും ഇരുന്ന് മൂത്രമൊഴിച്ചോളണം എന്നില്ല വാഷ്റൂമിൽ പോകുന്ന സമയത്ത്. അപ്പോൾ ചിലപ്പോൾ നിന്ന് മൂത്രമൊഴിക്കുന്ന സമയത്ത് കുറച്ച് മൂത്രം ചിലപ്പോൾ ടോയ്ലറ്റിലാവാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അവർ വെള്ളം ഒഴിക്കാതെ പോകും. പിന്നീട് വേറൊരാൾ കയറി വരുന്ന സമയത്ത് ചിലപ്പോൾ മഞ്ഞ കളറിൽ അവിടെ നമുക്ക് കാണാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പലപ്പോഴും ചെറിയ ചെറിയ അബദ്ധങ്ങളായിരിക്കാം നമ്മളോടുള്ള ആ ഒരു അട്രാക്ഷൻ കില്ല് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഓപ്പണായിട്ട് ടോക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഇതിലേതെങ്കിലുമൊക്കെ ശീലങ്ങളുണ്ടെങ്കിൽ ആ ശീലങ്ങളൊക്കെ മാറ്റുന്നത് വഴി നിങ്ങളുടെ ലൈഫിൽ വലിയൊരു ചേഞ്ച് ഉണ്ടാക്കാൻ സാധിക്കും എന്ന് അറിയാവുന്നത് കൊണ്ടാണ്. സോ അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ടെങ്കിൽ
വാഷ്റൂമിൽ പോയി നിന്ന് മൂത്രം ഒഴിക്കുന്ന ആളുകളാണെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വരുന്ന സമയത്ത് പുറത്തെവിടെയെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും കുറച്ച് വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് എന്നുള്ളത് കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ അതുപോലെ തന്നെ അടുത്ത അട്രാക്ഷൻ കുറക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ജിമ്മിലൊക്കെ പോകുന്ന സമയത്ത് വളരെയധികം വേർത്ത് കുളിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ആ ക്ലോത്ത് നമ്മൾ കൊണ്ടുവന്ന് എവിടെയെങ്കിലും വെക്കും. ചിലപ്പോൾ അടുത്ത ദിവസം എന്തെങ്കിലും പുറത്തു പോകുന്ന സമയത്തൊക്കെ വീണ്ടും അതെടുത്ത് ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു വസ്ത്രം തന്നെ വാഷ് ചെയ്യാതെ 3-4 ദിവസമൊക്കെ ഉപയോഗിക്കുക. ഇപ്പോൾ കട്ടിയുള്ള ജീൻസ് പാൻറ് പോലത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അധികം ചളി കാര്യങ്ങളൊന്നും ആയിട്ടില്ല, നമ്മൾ വൃത്തിയുള്ള സ്ഥലങ്ങളിൽ തന്നെയാണ് ഇരുന്നത്, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരു തവണ ഇട്ടത് കൊണ്ട് വാഷ് ചെയ്തോളണം എന്നില്ല. ചിലപ്പോൾ രണ്ടാമത്തെ ഒരു ദിവസം കൂടിയും അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞ് അടുത്തൊരു ദിവസം കൂടി ഇട്ടിട്ടേ നമ്മളത് വാഷ് ചെയ്യാറുള്ളൂ. പക്ഷെ ചില ആളുകൾ അങ്ങനെയല്ല, ഒരു വസ്ത്രം തന്നെ വാഷ് ചെയ്യാതെ 3, 4, 5 തവണയൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ ഇതുപോലെ നന്നായിട്ട് വേർക്കുന്ന ആളുകളാണെങ്കിൽ ആ ഡ്രസ്സ് വീണ്ടും യൂസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ബാഡ് സ്മെല്ല് ഉണ്ടാവും. അതുവഴി നിങ്ങളോട് ഒരു അട്രാക്ഷൻ പോവാൻ അത് വളരെയധികം ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് അത്തരത്തിൽ വാഷ് ചെയ്യാതെ ക്ലോത്ത്സ് വീണ്ടും ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അത് അവോയ്ഡ് ചെയ്യുക. ഇനി ഇതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ചില ആളുകളുണ്ട് നമ്മൾ ചെറിയ ബേക്കറി ഐറ്റംസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാറിൽ ധാരാളമായിട്ട് സൂക്ഷിക്കുന്ന ആളുകൾ. ചിലപ്പോൾ മിക്സർ ഉണ്ടാവാം, ചിലപ്പോൾ വേറെ പല സാധനങ്ങളുണ്ടാവാം, ബിസ്ക്കറ്റ് ഉണ്ടാവാം, ചോക്ലേറ്റ് ഉണ്ടാവാം, മിഠായി ഉണ്ടാവാം. അങ്ങനെ കുറേ ഐറ്റംസ് കാറിൽ സൂക്ഷിച്ച് ഒരു ചെറിയ ബേക്കറി പോലെ നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് എപ്പോഴെങ്കിലും വിശക്കുന്ന സമയത്തൊക്കെ കിട്ടുന്ന ഫുഡുകളൊക്കെ അവിടെ ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെ ഭയങ്കര അലമ്പായിട്ട് ഫുഡുകളും പാക്കറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുഡിൻ്റെ കുറേ ഐറ്റംസ് കാറിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് കാറിൽ എപ്പോഴും ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാക്കും. അപ്പോൾ അത് കാരണം AC കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ അടച്ചിട്ട് നമ്മൾ പിന്നീട് വന്നിട്ട് ഓപ്പൺ ചെയ്ത് കയറുന്ന സമയത്ത് ബാഡ് സ്മെല്ല് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഹാബിറ്റുകൾ സ്ത്രീകൾക്ക് അത്രത്തോളം ഇഷ്ടമല്ല. അവർക്ക് എപ്പോഴും വൃത്തിയായിട്ടിരിക്കുന്നവരോടാണ് കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത്. സോ അതുകൊണ്ട് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറക്കുന്നത് നല്ലതാണ്. മാക്സിമം അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, കാറിനുള്ളിൽ ഫുഡ് ഐറ്റംസ് വെക്കുന്നതും സൂക്ഷിക്കുന്നതും ഒക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 5 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇത് ശ്രദ്ധിക്കുന്നത് വഴി ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ അയച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് സ്ത്രീകളാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർക്കോ നിങ്ങളുടെ ലവർക്കോ ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. അവരും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കട്ടെ. വളരെ അട്രാക്റ്റീവായിട്ടിരിക്കാൻ സാധിക്കുകയും ജീവിതം മനോഹരമായി മുന്നോട്ട് പോവുകയും ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലെയുള്ള യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസ് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി വീഡിയോസ് പുതിയതായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യുക. തീർച്ചയായിട്ടും നമുക്ക് പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.